ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമോ നമഃ. ഓം ശ്രീരാമഭദ്രാനന്ദായ പരമാസൽ ഗുരവേ നമഃ. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുർ സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സർവവിഘ്നഹരം ദേവം സർവവിഘ്നവിവർജിതം സർവസിദ്ധിപ്രദാതാരം വന്ദേ അഹം ഗണനായകം. സരസ്വതീ നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മിൻ സദാ ശിവം. സ്കന്ദായ കാർത്തികേയായ പാർവതീവല്ലഭായ മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ. ഭൂതനാഥ സദാനന്ദം സർവഭൂതദയാപരാം രക്ഷ രക്ഷ മഹാഭാഗം ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഓം നാഗരാജ നമോ നമഃ. ശ്രീനാഗരാജ നമോ നമഃ. ഓം നാഗരാജ ശ്രീനാഗരാജ ജയ നാഗരാജ നമോ നമഃ. ഓം നാഗമാതാവേ നമോ നമഃ. ശ്രീനാഗമാതാവേ നമോ നമഃ. ഓം നാഗമാതാവേ ശ്രീനാഗമാതാവേ ജയ നാഗമാതാവേ നമോ നമഃ.
ജയ നാഗമാതാവേ നമോ നമഃ. ഓം ബ്രഹ്മരക്ഷസേ നമോ നമഃ. ശ്രീ ബ്രഹ്മരക്ഷസേ നമോ നമഃ. ഓം ബ്രഹ്മരക്ഷസേ ശ്രീ ബ്രഹ്മരക്ഷസേ ജയ ബ്രഹ്മരക്ഷസേ നമോ നമഃ. ഓം യോഗീശ്വരായ നമോ നമഃ. ശിവശ്രീ യോഗീശ്വരായ നമോ നമഃ. ഓം യോഗീശ്വരായ ശ്രീ യോഗീശ്വരായ ജയ യോഗീശ്വരായ നമോ നമഃ. ജയ യോഗീശ്വരായ നമോ നമഃ. ജയ യോഗീശ്വരായ നമോ നമഃ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അഗമേ വിലസുക. നാരായണ ജയ കരളിൽ വിവേകം കൂടാതെ കണ്ട് അരനിമിഷം ബധ കളയരുതാരും. മരണം വരുമിനി എന്നു നിനച്ചിക മരുവുക സതതം. നാരായണ ജയ. കാണുന്നു ചിലർ പലതും ഉപായം, കാണുന്നില്ല മരിക്കുമിതെന്നും. കാൺകിലും ഒരു നൂറ്റാണ്ടിനകത്തിൽ എന്നേ കാണൂ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അഗമേ വിലസുക. നാരായണ ജയ കിമപി വിചാരേ ചേടോകൾ മാനുഷ. ജന്മനി വേണം മുക്തി വരേണ്ടുകിൽ കൃമി ജന്മത്തിലും എളുതായി വരുമീ വിഷയസുഖം ബധ. നാരായണ ജയ കീഴിൽ ചെയ്ത ശുഭ അശുഭ കർമ്മം മേലിൽ സുഖദുഃഖത്തിനു കാരണം. സുഖമൊരു ദുഃഖം കൂടാതെ കണ്ട് ഒരുവനുമുണ്ടോ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അഗമേ വിലസുക. നാരായണ ജയ കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രനു സമനായി വാണിടുകിലും ഒന്നൊരിയാടുവതിന്നിടക്കിട്ടാൽ വന്നായമഭടർ. നാരായണ ജയ കൂപേ വീണുഴലുന്നതുപോലെ ഗേ ഗേ വാണുഴലും
ഞാനാം ആപദ്ഗണമകലേണ്ടുകിൽ മുനിജന വാക്കുകൾ പറയാം. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അകമേ വിലസുക. നാരായണ ജയ. കെട്ടുകളായതു കർമ്മം പുരുഷനു കെട്ടുകളറ്റേ മുക്തി വരൂ ദൃഢം. കെട്ടുകളോ ഫല ഭുക്ത്യാതീരും കെട്ടായിനിയും. നാരായണ ജയ. കേൾക്കണമേളുതായി ഉള്ളൊരുരഹസ്യം. ദുഷ്കൃതവും നിജ സുകൃതവും എല്ലാം കാർക്കൽ നമസ്കൃതി ചെയ്തു മുകുന്ദനിൽ ആക്കുക സതതം. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അകമേ വിലസുക. നാരായണ ജയ. കൈയിൽ വരുന്നത് കൊണ്ടു ദിനങ്ങൾ കഴിക്ക ഫലം പുനരീക്ഷിക്കൊള്ളാം. കൈവരുമാകിലും ഇന്ദ്രപദം എന്തിനു തുച്ഛം. നാരായണ ജയ. കൊടിയ തപസ്സുകൾ ചെയ്തോരോ ഫലം ഇച്ഛിച്ചിടുകിൽ മുക്തി വരാദൃഢം. അടിമലർ തൊഴുകിലൊരിഞ്ചാഹീനം മുക്തന്മാരവർ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അകമേ വിലസുക. നാരായണ ജയം. കോപം കൊണ്ട് ശപിക്കരുതാരും ഭഗവൻ മയമെന്ന് ഓർക്ക സമസ്തം. സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിക. നാരായണ ജയ. കൗതുകമൊന്നിലും ഇല്ലിനി മകതാ ഭഗവത് ഭക്തന്മാരോടുകൂടി ഭഗവത് ഗുണകഥന ശ്രവണങ്ങൾ ഒഴിഞ്ഞൊരു നേരം. നാരായണ ജയ. കരുണാമയനാം ശ്രീനാരായണൻ അരുളിടും നിജസായുജ്യത്തെ ഒരു ഫലമുണ്ടോ 10,000 ഒരു ചത്തുപിറന്ന. നാരായണ ജയ. ബഹുജന്മാർജിത കർമ്മമശേഷം തിരുമുൽക്കാഴ്ച ഭവാനിക വെച്ച് ജനിമരണങ്ങൾ നമുക്കിനി വേണ്ട പരിപാലയമാം. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അകമേ വിലസുക. നാരായണ ജയം. അംബുജനയനാം അളിവർണ്ണാനിൻ വർണ്ണനമാണസിലകൾ കണക്കൽ കൽനപുടങ്ങൾ നിറഞ്ഞു തെളിഞ്ഞ് കവിഞ്ഞൊഴുകട്ടെ. നാരായണ ജയ. അച്യുതനേയൻ മാനസ സരസിൽ കൊച്ചു തരംഗമതുയരും പടിയ. കൊച്ചു സരോവര തൃച്ചേവടി വെച്ചു ഒന്നു കളിക്കുക.
നാരായണ ജയ. ഓം ഹരി ഓം ഹരി ഓം ഹരി ഓം. 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 ഓം ഹരി ഓം ഹരി എന്നു ജപിച്ച പ്രേമാബുദിയിൽ മുഴുകുക മനമേ. ക്ഷേമപ്രദമാം പ്രണവസ്വരാകൃതി മോദമതേകുക. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദഹരേ കൃഷ്ണ നാരായണ തവ പാദ സരോജം അകമേ വിലസുക. നാരായണ ജയ അകമേ വിലസുക. നാരായണ ജയ അകമേ വിലസുക. നാരായണ ജയ. നാരായണ കൃഷ്ണ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണേ വകി സ്വീകൃതോ സീമയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരാൽ. ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണേ വകി. ശ്രീമദ് ഭാഗവതം എന്ന് വെച്ചാൽ പ്രത്യക്ഷ കൃഷ്ണൻ. ഇതിലടങ്ങിയിരിക്കുന്ന സത്തുക്കളെല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാരങ്ങളും പ്രത്യക്ഷമായ കഥകളും മാത്രമാണ് ഇതിനകത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഞാനിപ്പം പാരായണം ചെയ്യാൻ പോകുന്ന ഭാഗം ശൗനകാദി മഹർഷിമാർക്ക് ശ്രീ വേദവ്യാസ ശിഷ്യനായ സൂത പൗരാണികനോട് ചോദിക്കുന്ന ഭാഗമാണ് ഇവിടെ പാരായണം തുടങ്ങാൻ പോകുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂതൻ ശൗനകാദി മഹർഷികൾക്കു ചെയ്യുന്ന ഭാഗവതോപദേശം വന്ദിച്ചിടുന്നേനെങ്കിൽ ശ്രീശുകാമുനി തന്നെയും നന്ദിച്ചിടേണമെന്നെ കുറിച്ചു സദാകാലം വേദാന്ത സാരാർത്ഥമായി അധ്യാത്മപ്രദീപമായി വ്യാസോക്തമായ പുരാണങ്ങളിൽ പ്രധാനമായി മേവീടും ഭാഗവതം ചൊല്ലിയ മുനിവരൻ ശ്രീ വേദവ്യാസൻ താനും ആവോളം തുണയ്ക്കമേ. മാമുനിവരന്മാരെ നല്ലൊരു ചോദ്യമിതം. മാലോകർക്കെല്ലാവർക്കും മംഗളമായെന്നല്ലോ ഭഗവത് കഥ കേൾപ്പാനാഗ്രഹമുണ്ടായതു. സകല ജനങ്ങൾക്കും നല്ലതായി വന്നുകൂടും. മർത്യനായി പിറക്കിലോ മാധവൻ തങ്കലേറ്റം ഭക്തി ഉണ്ടാക വേണം. അല്ലാങ്കിൽ വൃഥാഫലം. ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടായി മനസ്സിങ്കൽ ആനന്ദമുണ്ടാകണം. എങ്കിലിന്നിതേ നല്ലു വിധിച്ചവണ്ണം തന്നെ കർമ്മങ്ങൾ ചെയ്തിടിലും മധുദ്ദേശിയിൽ ഭക്തിയില്ലാകിയാൽ ഫലം വരാം. വേദങ്ങൾ ഉപനിഷദ്വാക്യങ്ങൾ ശാസ്ത്രങ്ങളും ആദിയെ പാഠം ചെയ്തു സർവജ്ഞനെന്നാകിലും മാധവൻ കഥാമൃതം തന്നുള്ളിലുള്ള അഭിരുചിയും ചേതസി കുറഞ്ഞിടിലേതുമേ ഫലമില്ല. പല ജാതിയിലുള്ള കർമ്മങ്ങൾ ചെയ്തിടിലും ഫലമില്ല. അഖിലേശൻ താൻ പ്രസാദിച്ചില്ലെങ്കിൽ കേൾക്കയും പറകയും ഓർക്കയും പൂജിക്കയും മോക്ഷത്തെ നൽകിയിടുന്ന ഭഗവാൻ
കുറഞ്ഞൊരറിവുള്ളിലുണ്ടെങ്കിൽ അവനുണ്ടോ നരകവായിരി തൻ്റെ ചരിതം മറക്കുന്നു. സജ്ജന സമ്പർക്കവും മുന്യതീർത്ഥങ്ങൾ തോറും മജ്ജനം വഴി പോലെ ചെയ്യുകയും ദിനം പ്രതി ദുർജനവിയോഗമുണ്ടെന്ന് വരുന്നവൻ അച്യുത കഥകളിൽ ഇച്ഛയുമുണ്ടായി വരും. ഇച്ഛയുണ്ടാകും തോറും കേൾപ്പാനും തരം വരും. സ്വച്ഛമായി ചമഞ്ഞിടും ചിത്തവും അതിനാൽ നിശ്ചയമകതാരിൽ അച്യുതൻ വസിച്ചിടും. അച്യുത വസിക്കുമ്പോൾ നിഷേധ സൗഖ്യം വരും. സൽബോധമുണ്ടായി വന്നാൽ അച്യുതപാദാംബുജം ഉൾപ്പോവിലുറപ്പിച്ചു കൊള്ളണമാകും വണ്ണം നിർഗുണൻ നിഖില ലോകാശ്രയ സ്വദാഭൂതൻ നിഷ്കളനായിട്ടത്രേ നിൽക്കുന്നു നിരന്തരം. തല്ല സ്വയം പ്രഭാരമിതാനന്ദ സ്വതയിൽ നിന്ന് ഉത്ഭവിച്ചതു മഹാമായും നടേ നടേ തന്മായ തന്നിൽ സംഘം തനിക്കില്ലെന്നാകിലും ചിന്മയി തന്നോടിട ചേർന്നു താൻ മയങ്ങിനാൻ. അവ്യക്തമായ പരബ്രഹ്മവും മായ തന്നാൽ സ്വവ്യക്തമായിട്ടൊരു പുരുഷരൂപം തോന്നി. യോഗനിദ്രയും കൊണ്ട് വെള്ളത്തിൽ പള്ളി കൊള്ളും ഏകനായകൻ നാഭി തന്നിലെന്നൊരു പത്മം ഉണ്ടായതിൽ ജനിച്ചിടിനാൻ വിരിഞ്ചനും. ഉണ്ടായി ലോകങ്ങളും തന്നവയവങ്ങളാൽ അന്നതിൽ പ്രജകളെ സൃഷ്ടിച്ചരുളിയിടിനാൻ. പിന്നെ ആ ചതുർമുഖ തന്നെ കൊണ്ടനുദിനം തന്നിലാ പ്രജകളെ രക്ഷിപ്പാനായിക്കൊണ്ടല്ലോ തന്നെ അംശങ്ങളാൽ അവതാരങ്ങൾ ചെയ്തു. 4 അംശമായിട്ട് അതിൽ മുമ്പിലെ അവതാരം 4 പേർ സനകനും സനന്ദൻ സനാതനൻ. 4ാമൻ സനൽകുമാരാഖ്യനും ക്രമത്താലെ 4-5 വയസ്സുള്ള പൈതങ്ങ തമ്മെ പോലെ 4-ാം വേദത്തെയും ശീലിച്ചു സദാകാലം. 4 പിരിയാതെ നടപ്പു പലയിടത്തും ബ്രഹ്മചര്യത്തിൽ നിട്ട കാട്ടുവാനായിട്ടല്ലോ നിർമ്മലന്മാരിങ്ങവതരിച്ചു ലോകത്തിങ്കൽ. ഹിരണ്യാറ്റനെ കൊന്ന് ഭൂമിയെ ഉയർത്തുവാൻ പിറന്നു യജ്ഞാംഗനായി സുകരമൂർത്തിയാ. പിന്നെ സത്വതമായ തന്ത്രം ലോകത്തെ പ്രകാശിപ്പാൻ സാത്വികനായ മുനി നാരാധനായാനല്ലോ. നരനാരായണന്മാരായി ചമഞ്ഞിതു പിന്നെ ധരണി തന്നിൽ തപോബലത്തെ കാട്ടിടുവാൻ. സിദ്ധേശനായ കപിലാഖ്യനായി ചമഞ്ഞിതു സിദ്ധപ്പാൻ മനുഷ്യർക്ക് സാങ്കേയോർത്ഥജ്ഞാനം. അത്രിപത്നിയിൽ എത്തണമെന്ന വിധാനത്തോടും പുത്രനായി അറിയിച്ചാൻ ദണ്ഡനീതികളെല്ലാം. സജ്ജന സേവ്യൻ യജ്ഞനായി അവതരിച്ചുടൻ ദുർജനാന്തകൻ തന്നെ നിർജരേന്ദ്രനുമായാൻ. ലക്ഷ്മി വല്ലഭനാഭി പത്മമേരുവിൽ വന്നു ശിക്ഷയോട് ഗൃഷഭനാ മുഖ്യ ഭൂപനുമായാൻ. ഭൂമിയെ കറപ്പാനും നിരത്തി ചമപ്പാനും ഭൂമി നായകൻ മൃദുവായി അവതാരം ചെയ്താൻ. മേദിനീന്ദ്രാനുഗ്രഹത്തിനു താൻ പ്രളയാബ്ദു മേദിനിപതി മത്സ്യമായി മറകളെ വീണ്ടാൻ. ഇന്ദ്രാദികൾ കുജരാ നരകൾ നീക്കിയിടുവാൻ ഇന്ദ്രാരിജനവുമായി പാൽക്കടൽ കടഞ്ഞ നാൾ മന്ദരമുയർത്തുവാനായി ആമയായി കീഴേ നിന്നു. മന്ദമന്യ പക്ഷിയായി അതിന്മീതെ നിന്നാൻ. ആയുർവേദത്തെ ഉപദേശിപ്പാൻ അവനിയിൽ നായകൻ ധന്വന്തരീമൂർത്തിയുമായാനല്ലോ. ദൈത്യരെ മോഹിപ്പിച്ചു പീയൂഷം വീണ്ടിടുവാൻ ദൈത്യാരിവനൊരു മോഹിനി വേഷം പൂണ്ടാൻ. ഭക്തനാം പ്രഹ്ലാദനെ രക്ഷിപ്പാൻ പിതാവിനെ നിഗ്രഹിപ്പതിനൊരു നരസിംഹവുമായാൻ. വാമനമൂർത്തി മഹാബലിയെ വഞ്ചിപ്പാനായി കാമതൻ ഇന്ദ്രാനുജനായി അവതാരം ചെയ്താൻ. ബ്രഹ്മദ്വേഷികളായ ഭൂപരെ ഒടുക്കുവാൻ നിർമ്മലൻ ജമദഗ്നി നന്ദനനായ ശേഷം
ധർമ്മസ്ഥാപനകരൻ ചിന്മയൻ ജഗന്മയൻ കൽമശകരൻ വേദവ്യാസനായതുനാഥൻ രാവണൻ തന്നെ കൊൽവാൻ രാമനായി അഖിലേശൻ ദേവകാര്യാർത്ഥം അവതരിച്ചോരനന്തരം രേവതി രമണനാം രാമനായ അവനിയിൽ ക്ഷിപനാം ബലഭദ്രനായതും താൻ തന്നെ പോൽ ദേവകീസുതൻ കൃഷ്ണനായി അവതരിച്ചതും ദേവദേവേശൻ പിന്നെ കേവലം കലിയിങ്കൽ ബുദ്ധനാം ജിനസുതനായതും ജഗൽനാഥൻ കൽക്കിയാം ഇനി കലിയുഗം തന്നന്തത്തിങ്കൽ ഇത്തരം അവതാരമസംഖ്യം ചൊല്ലിടുവാൻ ഉത്തമന്മാരാം ഋഷിവർഗമുസുരന്മാരും മനുക്കൾ പിന്നെ പ്രജാപതിമാർ മനുജന്മാർ കനക്കെ മകത്തുക്കളായുള്ള ജനമെല്ലാം ഈശ്വരൻ നാരായണൻ തന്നെ അവതാരം ഈശ്വരമയമത്രേ നിശ്ചയം പ്രപഞ്ചവും തൽപ്രപഞ്ചത്തിനെല്ലാം സാക്ഷിയായി ഏകാത്മാവായി നിൽപ്പോര് സകലാത്മാവാകിയ പരബ്രഹ്മം തന്നുടമകമായ കാരണം പ്രപഞ്ചത്തിനെന്നറിഞ്ഞിടും നേരമുദിക്കും ആത്മജ്ഞാനം എന്നെല്ലാം ചൊല്ലിയിടുന്ന ശ്രീമഹാഭാഗവതം വന്ദ്യനാം വേദവ്യാസൻ ചമച്ചു പഠിപ്പിച്ചു ശ്രീസുഖനായ മുനിശ്രേഷ്ഠനെ വഴി പോലെ ആശകൾ അകന്നൂര് ശ്രീ ശുഖമുനീന്ദ്രനും അക്കാല മനസ്സനം ദീക്ഷിച്ചു ഗംഗാതീരം ബുക്കോര് പരീക്ഷത്തിനെ പേരുമറിയിച്ചു. ഇങ്ങനെ കേട്ട നേരസൗനക മഹാമുനി മംഗലനായ സൂതൻ തന്നോട് ചോദ്യം ചെയ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ പരമാത്മനേ പരമ സൽഗുരവേ നമോ.